Ladies and gentlemen, boys and girls, പ്ലാറ്റ്ഫോം സെവൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു യാത്രാ വീഡിയോ അല്ല കേട്ടോ. ഇന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ 14,000 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് ഞാനൊരു Q&A വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെ പ്ലാൻ ശരിക്കും ഒരു ചെറിയൊരു യാത്രയെ കൂടെ Q&Aയുടെ ആൻസർ തരിക എന്നുള്ളതായിരുന്നു. ബേസിക്കലി ഒരു ഷോർട്ട് ജേണി നമ്മുടെ അവിടെ നിന്ന് നിലമ്പൂർക്കോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു 45 മിനിറ്റ്സിനുള്ളിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് ജേണി ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള Q&Aയുടെ ആൻസേഴ്സ് തരണമെന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊരു ലോങ് യാത്ര പോയിരിക്കുകയായിരുന്നു. ലോങ് യാത്ര കഴിഞ്ഞ ഇന്നലെ, അതായത് സൺഡേ 28th ഓഫ് ഡിസംബർ 2025 ആണ് നമ്മൾ തിരിച്ചെത്തിയത്. ആ ലോങ് യാത്രയിൽ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങളുണ്ടായി. ട്രെയിൻ ഏകദേശം ഒരു 4 മണിക്കൂർ ലേറ്റായി. അപ്പോൾ രാത്രി ഉറക്കമൊന്നും ശരിയായില്ല. പിന്നെ ട്രാവലിൻ്റെ ക്ഷീണവും, പിന്നെ ചെറുതായിട്ട് കാലിനൊരു സ്പ്രെയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ നമുക്ക് എന്ത് പറ്റി, നമുക്ക് ഇന്നലെ ഞാൻ വിചാരിച്ച പോലെ ട്രാവൽ ചെയ്യാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ട്രാവൽ ചെയ്യാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ എനിക്ക് Q&A വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഓഫീസിൽ പോയി, ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിളിച്ചിരുന്നത് ശരി ഓൺ ദ വേ ബാക്കിലൊരു റെയിൽവേ ലൈൻ ഉണ്ട്. റെയിൽവേ ലൈനിനെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ Q&A വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ Q&A വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള 14,123 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഈ നിമിഷം, അതായത് ഇന്ന് 29th ഓഫ് ഡിസംബർ 2026 വൈകുന്നേരം ഇപ്പോൾ ഏകദേശം 4:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കുള്ളത് 14,123 സബ്സ്ക്രൈബേഴ്സാണ്. ഇതിലെ എല്ലാവർക്കും, ഈച്ച് വൺ ഓഫ് യു, ആദ്യം തന്നെ എൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന താങ്ക് യു പറയുകയാണ്. താങ്ക്സ് എ ലോട്ട് ഫോർ സപ്പോർട്ടിങ് അസ്. താങ്ക്സ് എ ലോട്ട് ഫോർ സപ്പോർട്ടിങ് ദി സ്മോൾ ചാനൽ. താങ്ക്സ് എ ലോട്ട് ഫോർ സപ്പോർട്ടിങ് വാട്ട് ഐ ഡു. അപ്പോൾ നമ്മുടെ ഈ 14,123 സബ്സ്ക്രൈബേഴ്സിൽ 4,555 സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ആഡ് ചെയ്ത് ഈ ഒരു വർഷത്തിൽ മാത്രമാണ്, 2025 മാത്രമാണ് നമ്മൾ 4,555 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് ഈ വർഷം ഇത്രയും സപ്പോർട്ട് നമുക്ക് തന്നതിന്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് Q&A ഫോമാറ്റിലല്ലാണ്ട് ഞാൻ ജനറലായിട്ട് ഞാൻ പറയാം. ആദ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രൊഫഷൻ എന്താണെന്നുള്ളത്. ഞാനൊരു ഫാർമസിസ്റ്റാണ്. ഞാനൊരു ട്രെയിൻഡ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റാണ്. ഞാനൊരു ഫാർമസി കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഏകദേശം 13 വർഷത്തോളമായിട്ട് ടീച്ചിങ്ങിലുള്ള ഒരാളാണ്. 13 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ ട്രാവലിംഗ് ആൻഡ് റെയിൽ ഫാനിങ്, ബസ് ഫാനിങ് എന്നൊക്കെ പറയുന്നൊരു പാഷനാണ്. ആ ഒരു പാഷൻ്റെ പുറത്താണ് ഞാൻ ഇത് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ പാഷൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ കാര്യമാണ് ഈ റെയിൽ ഫാനിങ്. ഞാൻ ഏകദേശം LKG പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂള് ഒരു റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലായിരുന്നു. അങ്ങനെ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലായിരുന്ന സമയത്ത് അങ്ങനെ ട്രെയിനുകൾ കണ്ട് ട്രെയിനുകളോട് ഇഷ്ടപ്പെട്ട് റെയിൽ ഫാനായി ഇറങ്ങിയ ഒരാളാണ് ഞാൻ. പിന്നെ 1998 ഞങ്ങൾ മുംബൈയിലേക്ക് മാറിയ സമയത്ത് ലോങ് ട്രെയിൻ യാത്രകൾ പോയി. 1998, 1999 ഒരുപാട് ലോങ് ട്രെയിൻ യാത്രകൾ പോയി. ട്രെയിൻ ട്രാവൽ, ലോങ് ട്രാവൽസൊക്കെ ചെയ്തപ്പോൾ കൂടുതൽ ഇഷ്ടമായി. അങ്ങനെ 2003 മുതൽ ഞാൻ റെയിൽ ഫാൻ കമ്മ്യൂണിറ്റിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പറായി. ഇന്ത്യൻ റെയിൽവേ ഫാൻ ക്ലബ്ബ് അഥവാ IRFCയുടെ ഒരു മെമ്പറായിരുന്നു 2003 മുതൽ. പിന്നെ അതങ്ങനെ തുടർന്ന് ഏകദേശം ഒരു 2009 വരെ ഞാനൊരു ആക്റ്റീവ് റെയിൽ ഫാൻ ആയിരുന്നു. 2009 കഴിഞ്ഞ് ചില കാരണങ്ങളാൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ചില കാരണങ്ങളാൽ അങ്ങനെ റെയിൽ ഫാനിൽ നിന്ന് പതുക്കെ ബ്രേക്ക് എടുത്ത് 2012 ശേഷം കുറച്ച് കാലത്തേക്ക് ഞാൻ റെയിൽ ഫാനിങ്ങിൽ നിന്നും ഒരു പോസ്റ്റ് എടുത്തു, ഒരു ബ്രേക്ക് എടുത്തു. ഞാൻ ആ സമയത്ത് കൂടുതൽ ബസ്സുകളായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ഞാനൊരു റെയിൽ ഫാനാണ്, ഒരു ബസ് ഫാനാണ്. ഏകദേശം 2006 മുതൽ പ്ലാറ്റ്ഫോം 7 എന്നുള്ള പേരിൽ ഞാനൊരു ബ്ലോഗ് എഴുതുന്നുണ്ട്. ആ ബ്ലോഗിൽ നമ്മൾ ട്രെയിൻ യാത്രകളെ പറ്റിയും ബസ് യാത്രകളെ പറ്റിയും ഫ്ലൈറ്റ് യാത്രകളെ പറ്റിയും ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാവലിലുള്ള ഒരുപാട് റിവ്യൂസ് ഞാൻ എഴുതിയിട്ടുണ്ട് ഫ്രം 2006 ഓൺവേർഡ്സ്. അപ്പോൾ പ്ലാറ്റ്ഫോം 7 എന്ന് പറയുന്ന ബ്ലോഗ് platform7.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് എക്സോട്ടിക് കണ്ടൻറ് ഉണ്ടാകും. കാര്യം പണ്ട് കാലത്തേക്ക് ഒരുപാട് ഓപ്പറേറ്റേഴ്സിൻ്റെയും ഒരുപാട് എയർലൈൻസിൻ്റെയും ഒക്കെ റിവ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2021 മുതലാണെന്ന് തോന്നുന്നു ഞാൻ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഏകദേശം 2009 മുതൽ എൻ്റെ ചാനലുണ്ട്. പക്ഷേ 2021 മുതലൊക്കെയാണ് നമ്മൾ ആക്റ്റീവായിട്ട് വീഡിയോ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇനി നമ്മുടെ ബാക്കി കാര്യങ്ങൾ, നമ്മുടെ Q&Aയിലേക്ക് ഞാൻ കിടക്കാം. ഇവിടെ നിർത്തിയ സ്ഥലത്ത് ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ലൊക്കേഷൻ ചേഞ്ച്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങാടിപ്പുറം എന്ന് പറയുന്നത് എൻ്റെ ഹോം ടൗൺ അല്ല. പക്ഷേ ഞാനിപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത് അങ്ങാടിപ്പുറത്താണ്. സെറ്റിൽ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ താമസിക്കുന്ന അങ്ങാടിപ്പുറത്താണ്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ യാത്രകളും അങ്ങാടിപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്നത്.
എൻ്റെ ഹോം ടൗൺ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ്. ഇരിങ്ങാലക്കുടയാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്നുണ്ടെങ്കിലും ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് തൃശ്ശൂരാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ Q&A സെഷനിലേക്ക് കടക്കാം. അപ്പോൾ Q&A സെഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയായിരുന്നു. ഞാൻ ഈ Q&A ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഒരു പോസ്റ്റായിട്ടാണ്. നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ നല്ലൊരു ശതമാനം ആൾക്കാർ കാണുന്നത് ടി വിയിലാണ്. അപ്പോൾ ടി വി കാണുന്നവർക്ക് തീർച്ചയായിട്ടും യൂട്യൂബ് പോസ്റ്റുകൾ കാണാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കാം നമുക്ക് പോസ്റ്റിനുള്ള റെസ്പോൺസ് ഇല്ലാത്തത്. അതുകൊണ്ട് നമ്മുടെ പോസ്റ്റുകൾ ആൾക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എന്നാലും 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ചുറ്റും യാത്രക്കാരുള്ള ഒരു കോച്ചിൽ ഇരുന്ന് വീഡിയോ കവറേജ് നടത്തുമ്പോൾ കമൻട്രി പറയുന്നത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അത്തരത്തിലൊരു സാഹചര്യത്തിൽ രസകരമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന്. ആദ്യമൊക്കെ നല്ല ചളിപ്പായിരുന്നു. തുടങ്ങിയ സമയത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ നല്ല ചളിപ്പായിരുന്നു. എൻ്റെ ആദ്യകാലത്തുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ആദ്യകാലത്തെ വീഡിയോസ് എന്ന് പറയുമ്പോൾ 2011 അപ്ലോഡ് ചെയ്ത കുറച്ചധികം വീഡിയോസ് ഉണ്ട്. 1000 വ്യൂസിന് താഴെ വന്നിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വർത്തമാനം പറയുന്നില്ല, കൂടുതലും മ്യൂസിക്കും ഇതൊക്കെയായിരുന്നു. കാര്യം എനിക്ക് പിന്നെ ഡബ് ചെയ്യുന്ന പരിപാടിയില്ല. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് ആ ജാള്യത പോവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അക്കാഡമിഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ഇതിനോട് സംസാരിക്കുന്നതിന് നമുക്ക് സ്റ്റേജ് ഫിയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ അങ്ങ് മാനേജ് ചെയ്തു പോകും. അല്ല, രസകരമായ സംഭവങ്ങൾ അങ്ങനെ ഓർത്തിരിക്കാനൊന്നുമില്ല. കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെ സ്വീകാര്യത കൂടുതൽ ലഭിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനറലി കേരളത്തിലെ ആൾക്കാർക്ക് യാത്രയ്ക്ക് കാശ് മുടക്കും. കേരളത്തിൽ 2 തരം യാത്രക്കാർ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ട്രെയിനിനെ ഒരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോകാനുള്ള യാത്രാമാർഗമായിട്ട് മാത്രം കണക്കാക്കുന്ന യാത്രക്കാരും, മറ്റൊന്ന് എന്താ പറയുന്നത് സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളെ കാണാൻ പോകുന്നു. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് കമ്മ്യൂട്ടർ ട്രാഫിക്കാണ്. ഈ ഡെയിലി യാത്രക്കാരെന്ന് പറയുന്നത് കമ്മ്യൂട്ടർ ട്രാഫിക്കും, മറ്റേന്ന് പറയുന്നത് നമ്മുടെ ട്രാവൽ ഇൻഡസ്ട്രിയിൽ തന്നെ VFR ട്രാഫിക് എന്ന് പറയുന്നത് വിസിറ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. VFR ട്രാഫിക് എന്ന് പറയുന്നത് ഹൈ വാല്യൂ ട്രാഫിക്കാണ്. ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചിടത്തോളം VFR ട്രാഫിക്കിൽ നിന്നാണ് ഇന്ത്യൻ റെയിൽവേക്ക് വരുമാനം കിട്ടുന്നത്. ദിവസം ഓഫീസിൽ പോയി വന്നാൽ ഞങ്ങളും കാശ് കൊടുത്തിട്ടാണ് പോകുന്നത്. വളരെ വളരെ തുച്ഛമായിട്ടുള്ള കാശ് മാത്രമാണ് കൊടുക്കുന്നത്. അവരിൽ നിന്നും ഇന്ത്യൻ റെയിൽവേക്ക് ഒരുപാട് വരുമാനമൊന്നും കിട്ടുന്നില്ല. അതൊരു സാമൂഹിക സേവനം മാത്രമാണ്. പക്ഷേ ഈ VFR ട്രാഫിക്കാണ് ഇന്ത്യൻ റെയിൽവേക്ക് വരുമാനം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ VFR ട്രാഫിക്കിന് യാത്ര ചെയ്യാൻ മാത്രം ട്രെയിനുകളില്ല. VFR ട്രാഫിക്കിന് ഇപ്പോൾ നമ്മൾ AC ചെയർക്കാറിൻ്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ AC ചെയർക്കാർ ഉള്ള ട്രെയിനുകളുടെ എണ്ണം വളരെ കുറച്ചാണ്. നമുക്ക് പരശുരാമ, ഏറനാട്, ഇൻ്റർസിറ്റി, വഞ്ചിനാട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ഇൻ്റർസിറ്റി ട്രെയിനുകൾ മാത്രം ഓടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ നിറച്ച് AC കോച്ചസ് ആയിട്ടുള്ളൊരു ട്രെയിൻ വന്ന സമയത്ത് വന്ദേ ഭാരത് പോലൊരു ട്രെയിൻ നമുക്ക് സ്വീകാര്യത കൂടി. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. കേരളത്തിൽ പിന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ കേരളത്തിലെ ശോകമാണ്. നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് ബസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2-2.5 മണിക്കൂറെങ്കിലും വേണം നമുക്ക്. അത് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ട്രെയിനിൽ ഓടിയെത്താൻ പറ്റും. അതുകൊണ്ടായിരിക്കാം. പിന്നെ ഒരു സുഹൃത്ത് നമ്മളോട് കൊളാബ് വിത്ത് അതർ റെയിൽ എന്തൂസിയാസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ, കൊളാബ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, ഞാനതുകൊണ്ട് കൊളാബ് ചെയ്യില്ല. ഇപ്പോൾ എന്തായാലും ചെയ്യില്ല, ഫ്യൂച്ചറിൽ ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എന്തായാലും ഞാൻ കൊളാബ് ചെയ്യില്ല. കാരണം ഞാൻ എൻ്റെ ഒരു പേസിന്, എൻ്റെ ഒരു സ്റ്റൈലിനാണ് ഞാൻ ചെയ്തു പോകുന്നത്. അത് കൊളാബ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ കേരളത്തിലുള്ള പല റെയിൽ കണ്ടൻറ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെയും കണ്ടൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ടു ബി വെരി ഓണസ്റ്റ്, അതിനകത്ത് ആരെയും ഞാൻ ജെന്യുവിനായിട്ടുള്ളൊരു റെയിൽ ഫാൻ ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ല. മേ ബി എൻ്റെ ശ്രദ്ധപ്പെടാണ്ട് പോയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. പക്ഷേ ഞാൻ കണ്ടിടത്തോളം വെച്ച് അങ്ങനെ ജെന്യുവിൻലി റെയിൽ ഫാനിങ്ങിനോട് താല്പര്യമുള്ള ആൾക്കാർ വളരെ കുറവാണ്. കൂടുതലും കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടൻറ്റ് ക്രിയേറ്ററുമായിട്ട് ചേർന്ന് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നൊന്ന്, വാട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഡു തിങ്ക് റെയിൽ ട്രാഫിക് മാനേജ് ചെയ്യാൻ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ബേസിക്കലി കൂടുതൽ ലൈനുകൾ വരണം. ഡബിളിങ്ങും ട്രിപ്പിളിങ്ങും ക്വാഡ്രൂപ്പിളിങ്ങും എല്ലാം വരണം. കൂടുതൽ ലൈനുകൾ വരണം. ഇപ്പോൾ നമ്മുടെ MC റോഡിന് പാരലായിട്ട് ഒരു റെയിൽവേ ലൈൻ വരണം. അങ്ങനെ കൂടുതൽ ലൈനുകൾ വന്നാൽ മാത്രമേ ട്രാഫിക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ട്രാഫിക് വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. ഇപ്പോൾ ഗുരുവായൂർ തിരുനാവായ ലൈന്, അതുപോലെ എടപ്പള്ളിയിൽ നിന്ന് തുടങ്ങി കൊടുങ്ങല്ലൂർ, അങ്ങനെ ഗുരുവായൂർക്ക് ഒരു തീരദേശപാത ലൈന്, അങ്ങനത്തെ ലൈനുകളൊക്കെ വന്നാൽ മാത്രമേ കേരളത്തിലെ ട്രാഫിക് കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ വാട്ട് വാസ് ദി മോസ്റ്റ് ലോങ്ങസ്റ്റ് ജേർണി യു ഹാവ് ഡൺ, ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? ലോങ്ങസ്റ്റ് ജേർണി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്തിരിക്കുന്ന ട്രിവാൻഡ്രം ടു നിസാമുദ്ദീൻ, നമ്മുടെ രാജധാനി എക്സ്പ്രസ്സിന് പോയതായിരിക്കും ഇപ്പോൾ ഉള്ള ലോങ്ങസ്റ്റ് യാത്ര. അതിൽ കൂടുതൽ ലോങ്ങൊന്നും ഞാൻ പോയിട്ടില്ല. നല്ല എക്സ്പീരിയൻസ് ആണ്. കാര്യം ഇത് ഫസ്റ്റ് AC-യിലായിരുന്നു. ഹാവ് യു മെറ്റ് എനി അതർ റെയിൽ ഫാൻസ്, റെയിൽ എന്തൂസിയാസ്റ്റ് ഇൻ യുവർ ലൈഫ്? അതെന്നെ ഒരു മാതിരി കളിയാക്കുന്ന ചോദ്യമായി പോയി. ഐ ഹാവ് മെറ്റ് മെനി ഓഫ് ദെം, യു മൈറ്റ് നോട്ട് ഹാവ് മെറ്റ് ഓൾ ഓഫ് ദെം. അതാണ് എനിക്ക് പറയാനുള്ളത്. ആസ് എ പ്രൊഫസർ, ഹൗ ഡു യു മാനേജ് ടൈം ഫോർ എൻ്റർടൈനിങ് വ്ളോഗ്സ് ആൻഡ് പ്ലീസ് കീപ് ദം കമ്മിങ്? താങ്ക് യു ഫോർ ദാറ്റ്. ഞാൻ വീക്കെൻഡ്സ് അതുപോലെ എൻ്റെ ഓഫ് ഡേയ്സാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്.
എൻ്റെ ഈവനിങ്സ് എല്ലാം തന്നെ വീഡിയോ എഡിറ്റിങ്ങിലാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. എൻ്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ സമയം ഞാൻ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ കേരളത്തിലെ ഏത് റെയിൽവേ സ്റ്റേഷനാണ് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്? കേരളത്തിലെ എല്ലാ സ്റ്റേഷൻ നല്ല, ഇന്ന സ്റ്റേഷൻ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഏത് സ്റ്റേഷൻ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം എന്നാണ് തോന്നിയിട്ടുള്ളത്? നമുക്ക് കേരളത്തിലെ സ്റ്റേഷനുകളിൽ ഇപ്പോൾ എറണാകുളം ജംഗ്ഷൻ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ലോക്കോ പൈലറ്റുമായുള്ള ഇൻ്റർവ്യൂ ചെയ്യുമോ? ഇല്ല, സോറി, ഞാൻ ഇൻ്റർവ്യൂസ് എൻ്റെ ദാറ്റ്സ് നോട്ട് മൈ ജോണർ. അതുകൊണ്ട് ഞാനത് ചെയ്യാൻ സാധ്യതയില്ല. കേരളത്തിലെ മറ്റ് റെയിൽ വ്ളോഗർ ആരെങ്കിലുമായി കൊളാബ് വീഡിയോ വരുമോ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി അതിനുള്ള ഉത്തരം പറഞ്ഞു. ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ കവറിങ് 1295, 2952, 222, മറ്റേ CR രാജധാനിയും WR രാജധാനിയും? രണ്ടും എൻ്റെ പ്ലാനിലുള്ളതാണ്. ഐ സർട്ടൻലി വുഡ് ലൈക്ക് ടു ഡു ബോത്ത് ദി രാജധാനീസ്, ബോത്ത് മുംബൈ രാജധാനി, ബോത്ത് അല്ല, I'd like to do Mumbai Rajdhani, August Kranti Rajdhani, as well as Central Railway Rajdhani. But unfortunately, നമ്മുടെ ചാനലിൽ ഔട്ട് ഓഫ് കേരള വീഡിയോസിന് വ്യൂവേഴ്സ് വളരെ കുറവാണ്. You some ways encourage people to stand on moving doors even when train is moving at 100+ kmph. Why don't you explicitly say that it's dangerous? See, friend, it is not possible to mention in every video that this is dangerous, this is dangerous, this is dangerous. People who are watching my contents are mostly adults, and you are an adult. You should have some common sense. You should have some what you can call discretion to understand what is safe and what is not safe. It is not possible to mention in all the videos. There is nothing bigger than your life. Absolutely, I take my precautions when I stand at the door. ഞാൻ ഡോറിൽ നിൽക്കുന്ന സമയത്ത് ഒറ്റ കയ്യിൽ പിടിച്ച് ഞാൻ സർക്കസ് ഒന്നും കളിക്കാറില്ല. ഞാൻ ഡോറിൽ നിന്ന് സ്റ്റെപ്പിൽ നിന്ന് നല്ലോണം പുറകോട്ട് വെച്ച് ഒരു എക്സ്റ്റൻഷൻ റോഡ് വെച്ചാണ് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നത്. ഞാൻ ഡോറിൽ തൂങ്ങി നിൽക്കാറില്ല, പുറത്തോട്ട് ഇതായി നിൽക്കാറില്ല. I take my own precautions because I know my life is more important than the content that I produce. There is a kid, there is my family waiting for me back home. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ഫാമിലി, എൻ്റെ മോളൊക്കെ എന്നെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത്. Would you rather introduce a bit of content that isn't technical, product promotions, ads to earn money? No, I don't like to dilute my content because my intention is to share my passion. എൻ്റെ കണ്ടൻറ്റ് സ്ലൈറ്റ്ലി ടെക്നിക്കൽ ഇൻ നേച്ചറാണ്. ഇതൊരു ജനറൽ എൻ്റർടൈനിങ് വീഡിയോസ് അല്ല ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിന് വരുന്ന 5K, 6K, 10K ഒക്കെയാണ് നമുക്ക് വ്യൂസ് വരുന്നത്. വളരെ മോശം കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു റെയിൽ ഫാൻ എന്നുള്ള രീതിക്ക് വളരെ മോശം കണ്ടൻറ്റ്, പൊട്ടത്തരം പറഞ്ഞിട്ട് വിളിച്ച് ചുമ്മാ കിടന്ന് ചിരിക്കുന്ന ചാനൽ, ബാക്കിയുള്ളവരെ കളിയാക്കുന്ന കണ്ടൻറ്റ്, അങ്ങനത്തെ കണ്ടൻറ്റിനൊക്കെ 70K, 100K ഒക്കെ വ്യൂസ് കിട്ടാറുണ്ട്. ഫൈൻ, എനിക്ക് 4K വരുന്നുള്ളൂ, ഐ എം ഫൈൻ. എനിക്കത്ര മതി. ബിക്കോസ് ഞാൻ എൻ്റെ പാഷനാണ് ഷെയർ ചെയ്യുന്നത്. ഇതല്ല എൻ്റെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം. ഐ ഹാവ് എ പേയിങ് ജോബ്. ഐ ഹാവ് എ ജോബ് ദാറ്റ് പേസ് മീ എവറി മന്ത് ഫോർ ദ വർക്ക് ഐ ഡു ഫോർ ദം. അപ്പോൾ ഐ എം ഫൈൻ വിത്ത് ഇറ്റ്. പിന്നെ how many types of waiting lists are there and their meaning? I'll do a separate video on that, or probably ഞാൻ ഒരു ഫേസ്ബുക്ക് പേജ് പ്ലാറ്റ്ഫോം 7 ബൈ ബിനാഷ് അങ്ങനെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ പോസ്റ്റ് ഇടാറുണ്ട്. വളരെ ഫ്രീക്വൻ്റ്ലി ഇടാറില്ല, അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ഒക്കെ ഇടാറുണ്ട്. അതിൽ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റുകളെ പറ്റി ഞാനൊരു പോസ്റ്റ് ഇടാം. ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റുകളൊക്കെ ആൾക്കാർ അടിച്ചു മാറ്റിയിട്ട്, അതായത് ഒരു കടപ്പാടം വെക്കാണ്ട് ചുമ്മാ അടിച്ചു മാറ്റി ഗ്രൂപ്പുകളിലൊക്കെ മാറ്റി പോസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ ഒരു ചാനലിൽ ഒരു തമിഴ്നാട് ബേസ്ഡ് ഒരു ചാനൽ ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ കണ്ടൻറ്റ് അടിച്ചു മാറ്റിയിട്ട് അവർ തമിഴിൽ അതേ കണ്ടൻറ്റ് റീപ്രൊഡ്യൂസ് ചെയ്തിടുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഫൈൻ, ആൾക്കാർക്ക് എന്ത് ചെയ്താലും കാശുണ്ടാക്കണം, ദേ പ്രോബ്ലം. വാട്ട് യു ഡു ഫോർ എ ലിവിങ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞായിരുന്നു. പ്ലീസ് ട്രാവൽ ഇൻ 12619 മുംബൈ ടു മാംഗ്ലൂർ. ഷുവർ, 12620 അല്ല, ഐ ആം ഡൂയിങ് എ വീഡിയോ വെരി സൂൺ. വിഷ് ടു സി എ മഹാരാജാസ് എക്സ്പ്രസ് വ്ലോഗ് ഫ്രം യു. ഹോപ്പ് ദിസ് ഹാപ്പൻസ്. പ്രോബ്ലി നോട്ട്, ബിക്കോസ് 1 it's too expensive, and 2 അങ്ങനത്തെ ഒരു കണ്ടൻറ്റിന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ചാനലിൽ വ്യൂവേഴ്സ് ഉണ്ടാവുന്നുള്ളത്. കാര്യം നമ്മുടെ ചാനൽ നമ്മളങ്ങനെ എക്സോട്ടിക് കണ്ടൻറ്റ് ചെയ്തതൊന്നും വലിയ റീച്ച് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ എക്സോട്ടിക്കായിട്ട് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആണ്, ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉറക്കോളച്ച് യാത്ര ചെയ്ത് ഒരുപാട് ദൂരം പോയി എടുത്തുകൊണ്ട് വരുന്ന കണ്ടൻറ്റ് ആരും കാണാത്ത കണ്ടൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിലിമൊര വാഗായ് എക്സ്പെഡീഷൻ, ബിലിമൊര വാഗായ് ലൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. അതിൽ ഇൻഫാക്റ്റ് ആ ട്രാവൽ ചെയ്ത ദിവസം ഞാൻ ആകെ ഉറങ്ങുന്നത് 1 മണിക്കൂർ 1 മണിക്കൂറും കണ്ടാണ്. അപ്പോൾ ഒട്ടും ഉറക്കമില്ലാണ്ടാണ് ഞാൻ പോയി ആ വീഡിയോ ഒക്കെ ചെയ്തത്. അതെല്ലാം കഴിയുമ്പോൾ വളരെ ഡിസപ്പോയിൻറ്റിങ് വ്യൂസ് ആയിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരുപാട് സമയം കളഞ്ഞ് ഹെൽത്ത് ചെയ്ത് ഞാൻ വീഡിയോസ് എടുക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. കാര്യം വ്യൂവേഴ്സ്, ഓഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പാഷനാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ചെയ്യുന്ന കണ്ടൻറ്റിനോട് നീതി പുലർത്തണം. അതിനുള്ള കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. വെറുതെ ഞാൻ കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ചില വീഡിയോസിൽ വന്ന ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഫണ്ട് യുവർ ട്രാവൽ? ഐ ഫണ്ട് മൈ ട്രാവൽ ഔട്ട് ഓഫ് മൈ പോക്കറ്റ്.
നൺ ഓഫ് മൈ ജേർണീസ് ആർ സ്പോൺസേഡ്, ഓൾ ദ ജേർണീസ് ആർ സെൽഫ് ഫണ്ടഡ്. ഞാൻ എൻ്റെ സാലറിയിൽ നിന്നുമാണ് കാശിറക്കുന്നത്. അതുപോലെ ഓഫ് കോഴ്സ് യൂട്യൂബ് ഇസ് പേയിങ് മീ സം മണി. യൂട്യൂബ് കവേഴ്സ് മൈ എക്സ്പെൻസ് ഓഫ് ട്രാവലിംഗ്. എൻ്റെ യൂട്യൂബ് കണ്ടൻറ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റവന്യൂ കൊണ്ട് എൻ്റെ ട്രാവൽ എക്സ്പെൻസ് തീർന്നു പോകാറുണ്ട്. പക്ഷേ പലപ്പോഴും ഫുഡിൻ്റെയും അതുപോലെ അക്കോമഡേഷൻ്റെയൊക്കെ കാശ് എൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. പിന്നെ ക്യാമറ മേടിച്ചത്, മൈക്ക് മേടിച്ചത് എല്ലാം ഞാൻ എൻ്റെ സാലറിയിൽ നിന്നാണ് ചെയ്യുന്നത്. ഐ പേ ഫോർ ഓൾ ദിസ് ഫ്രം മൈ സാലറി. അപ്പോൾ എൻ്റെ വീട്ടു ചിലവിന് ഞാൻ ഇറക്കുന്നതിൽ കൂടുതൽ കാശ് ഞാൻ കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇറക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ 2025 കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. കാര്യം 5 മണിയായി, നമ്മുടെ പാലക്കാട് പാസഞ്ചർ വരാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് റെയിൽവേ ലൈനിൻ്റെ സൈഡിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പാലക്കാട് പാസഞ്ചർ അനൗൺസ് ചെയ്ത് തുടങ്ങിയവരോടെ. അപ്പോൾ ഇതാണ് നമ്മുടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഇതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ അമൃത് ഭാരത് വർക്ക് കഴിഞ്ഞ് കംപ്ലീഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ മീൻസ് അമൃത് ഭാരത് വർക്ക് കഴിഞ്ഞ് കമ്മീഷനിങ് ചെയ്തിട്ടില്ല അവർ. ഇനി ഉദ്ഘാടനം ബാക്കിയുണ്ട്. കാര്യം സ്റ്റേഷൻ്റെ ഉള്ളിൽ ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 1-ലും അല്ല പ്ലാറ്റ്ഫോം 2-ലും കുഴി എടുത്തിട്ടുണ്ട് ലിഫ്റ്റ് ബേസിന്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല എനിക്കിതുവരെ. ഞാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ ഉള്ളിലോട്ട് കയറാറാണ്, ഞാൻ കയറുന്നില്ലെന്നും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 2025 ഒരു ചെറിയൊരു സമ്മറി പറയാമെന്ന് വെച്ചു. 2025 എന്ന് പറയുന്നൊരു അടിപൊളി വർഷമായിരുന്നു. ഒരു അടിപൊളി വർഷം എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഏകദേശം 49,000 കിലോമീറ്ററാണ് നമ്മൾ ഇന്ത്യൻ റെയിൽവേയിൽ സഞ്ചരിച്ചത്. 49,000 കിലോമീറ്റർ സഞ്ചരിച്ചതിൽ സിംഹഭാഗവും നമ്മൾ ഈ വർഷം എയർ കണ്ടീഷൻഡ് ക്ലാസ്സിലാണ്. നോൺ സീറ്റ് ക്ലാസ്സിലെ യാത്ര വളരെ വളരെ കുറവായിരുന്നു ഈ വർഷം. അപ്പോൾ നമ്മുടെ ചാനലിൽ വന്ന വീഡിയോസ് നിങ്ങളെല്ലാവരും ഓഫ് കോഴ്സ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഞാൻ എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. 2025 നവംബർ വരെയുള്ള വീഡിയോസാണ് നമ്മളിത് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ സൺഡേ റിലീസ് ചെയ്ത വീഡിയോ നവംബർ 29 തോന്നുന്നു ക്യാപ്ചർ ചെയ്തത്. ആ സീരീസിലെ 2 വീഡിയോസും കൂടി വരാൻ ബാക്കിയുണ്ട്. അതിനിപ്പോൾ വരുന്ന സൺഡേയും അത് കഴിഞ്ഞുള്ള സൺഡേ ആയിട്ട് ആ വീഡിയോസ് വന്നു തീരും. അത് കഴിയുമ്പോൾ നമ്മൾ ഡിസംബർ സീരീസാണ് വരാൻ പോകുന്നത്. ഡിസംബറിൽ നമ്മൾ 2 ലോങ് യാത്രകളാണ് ചെയ്തത്. 2 അടിപൊളി ലോങ് യാത്രാസായിരുന്നു. ഒരെണ്ണം ഗുജറാത്തിലേക്കും മറ്റൊന്ന് രാജസ്ഥാനിലേക്കുമാണ്. 2നും വീഡിയോസ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അത് നമ്മൾ എഡിറ്റ് പോലും ചെയ്തിട്ടില്ല. എഡിറ്റ് ഷൂട്ടിലൂടെ കയറാൻ പോകുന്നുള്ളവരൊക്കെ. അപ്പോൾ എൻ്റെ ചാനലിലെ കണ്ടൻറ്റ് വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഞാനത് പുറത്ത് കൊടുത്തല്ല ചെയ്യിപ്പിക്കുന്നത്, ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ അതിനകത്ത് നിങ്ങൾ കാണുന്ന ക്യാപ്ഷൻസ്, താഴെ എഴുതി വരുന്ന ക്യാപ്ഷൻസ് ഒന്നും AI സോഫ്റ്റ്വെയർ വെച്ച് ജനറേറ്റ് ചെയ്യുന്നതല്ല. അത് ഞാൻ വീഡിയോ കേട്ട് വീഡിയോ കണ്ട് ഞാൻ തന്നെ ആഡ് ചെയ്യുന്നതാണ്. ക്യാപ്ഷൻസ് മാനുവലി ടൈപ്പ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ടൈം ടേക്കിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരു 1 hour വീഡിയോനെ എഡിറ്റ് ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം 3-4 ദിവസം എനിക്ക് ആവശ്യം വരാറുണ്ട്. കാര്യം ഈവനിങ്സാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വന്നിട്ട് ഒക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3-4 ദിവസം എടുക്കും ഒരു 1-1.5 hour വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യാറില്ല. നമ്മുടെ കണ്ടൻറ്റ് എപ്പോഴും കുറച്ച് ഡിലേ വരാറുണ്ട്. വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യാറില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ സമാധാനമായിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലാപ്ടോപ്പും കൊണ്ട് നടക്കാറില്ല. എഡിറ്റിംഗ് എൻ്റെ ലാപ്ടോപ്പിലാണ് നടക്കുന്നത്, ഫോണിലല്ല. പിന്നെ അതുപോലെ ഞാൻ എക്സ്ക്ലൂസീവുകളുടെ പുറകെ എക്സ്ക്ലൂസീവ് കവറേജിന് വേണ്ടി ഞാൻ പോകാറില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു സമയമാവും. അപ്പോൾ നമുക്കൊരിക്കലും നമ്മൾ ഹോട്ടായിട്ടുള്ള കണ്ടിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഹോട്ടായിട്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ പോയാലും കുറച്ച് ദിവസം ആവശ്യമുണ്ട്. അപ്പോൾ വീഡിയോസ് കാണിച്ചു പോകുമ്പോൾ എനിക്ക് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോസാണ് എനിക്കിഷ്ടം പേഴ്സണലി. കാരണം കണ്ടൻറ്റ് മുഴുവൻ കാണിച്ചു പോകണം. ഞാൻ ആ കാണുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കണ്ടൻറ്റിന് കുറച്ച് ലെങ്ത്ത് കൂടുതൽ. ഞാൻ പണ്ടൊരിക്കൽ ഒരു പോൾ നടത്തിയായിരുന്നു, ലോങ് വീഡിയോസ് ഉണ്ട്, ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഒരുപാട് പേര് ലോങ് വീഡിയോസ് വേണമെന്നാണ് പറഞ്ഞത്. എന്നാൽ എൻ്റെ ഒരു ഇതിന് വേണ്ടി നമ്മളൊരു മൾട്ടിപ്പിൾ ഡേയ്സ് യാത്ര ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ 2 ദിവസത്തെ യാത്രയാണെങ്കിൽ Day 1 ഒരു വ്ളോഗിൽ, Day 2 മറ്റൊരു വ്ളോഗിൽ അങ്ങനെ ചെയ്യാറ്. നമ്മുടെ ചാനലിൽ പൊതുവേ 2 പാർട്ട് വീഡിയോസിന് സെക്കൻഡ് പാർട്ടിന് വ്യൂവർഷിപ്പ് വളരെ കുറവാണ്. ഫസ്റ്റ് പാർട്ടിന് നമുക്കൊരു 5K കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് നമുക്ക് 2K നമുക്ക് വ്യൂസ് കിട്ടുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. ആൾക്കാർക്ക് സെക്കൻഡ് പാർട്ട് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് ഇസ്, ഞാൻ എൻ്റെ സ്റ്റൈൽ ഞാൻ തുടരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞുള്ള ഇതൊരു പാഷനാണ്. അതുപോലെ 2025 ഇനി നിങ്ങൾ കാണാൻ പോകുന്നതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നറിയപ്പെടുന്ന വന്ദേ മെട്രോ വീഡിയോ വരുന്നുണ്ട്. അതുപോലെ ഹൈ റൈസ് പാൻഡോ സെക്ഷൻസിൽ നിന്ന് വീഡിയോസ് വരുന്നുണ്ട്. ഹൈ റൈസ് പാൻഡോ എന്ന് ഇപ്പം
നോർത്ത് ഗുജറാത്ത്, രാജസ്ഥാൻ പോലത്തെ ഏരിയാസിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആൾക്കാർ ഹൈ റൈസ് പാൻറ്റോസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹൈ റൈസ് പാൻറ്റോസ് അതായത് ട്രാക്കിൽ നിന്ന് 7 മീറ്റർ ഹൈറ്റിലാണ് OH കിടക്കുന്നത്. സാധാരണ ഇവിടെയൊക്കെ നമ്മുടെ 4 മീറ്ററാണ്, അവിടെയൊക്കെ 7 മീറ്റർ ഹൈറ്റിലാണ് OH കിടക്കുന്നത്. അപ്പോൾ അതിന് ഹൈ റൈസ് പാൻറ്റോഗ്രാഫ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈ റൈസ് പാൻറ്റോ സെക്ഷനിൽ പോയതിൻ്റെ കുറച്ച് വീഡിയോസ്, അങ്ങനെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരാനുണ്ട്. അപ്പോൾ ദയവായി നമ്മുടെ ചാനൽ കാണുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബർ അല്ല, നിങ്ങൾ ജസ്റ്റ് കാഷ്വലി ആണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോസിലും കമൻറ്റ്സ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. മില്യൺ താങ്ക്സ് ടു ഓൾ ഓഫ് ദം ഫോർ യുവർ കമൻറ്റ്സ് ആൻഡ് സപ്പോർട്ട്. എനിക്കെല്ലാവരും പേര് ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ആരും പേര് പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം മീൻവൈൽ നമ്മുടെ സ്ഥിരം വണ്ടിയായ നിലമ്പൂർ റോഡ് പാലക്കാട് പാസഞ്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ അവനൊന്ന് പൊക്കോട്ടെ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് എൻ്റെ എന്താ പറയുക ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോയിൽ പറയാനുള്ളൂ. താങ്ക്സ് എ ലോട്ട് ഫോർ ദി 14,000 സബ്സ്ക്രൈബേഴ്സ്. ഐ ഹോപ്പ് വിൽ ആഡ് മോർ സബ്സ്ക്രൈബേഴ്സ്. ഈ വർഷത്തെ 2026 Q&A വീഡിയോയിൽ പ്രോബ്ലി നമുക്കൊരു 25,000 സബ്സ്ക്രൈബേഴ്സിലെങ്കിലും നമുക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അത്രേ വളർച്ച പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മൾ വളരെ ഓർഗാനിക്കായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ചാനലാണ്, അല്ലാണ്ട് നമ്മൾ ഓവർനൈറ്റ് നമ്മൾ ആയിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സൊന്നും ആഡ് ചെയ്യാറില്ല. അപ്പോൾ 2026 വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയ വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2025 ഞാൻ വിവേക് എക്സ്പ്രസ് ചെയ്യും എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2025 നമുക്ക് വിവേക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ ജോലിയും എല്ലാം കൂടി മാനേജ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം വിവേക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലും ഞാനൊരു 1 വീക്കെങ്കിലും ഞാൻ ലീവ് എടുക്കണം. അപ്പോൾ അക്കാഡമിക്സിലായതുകൊണ്ട് എനിക്ക് ചുമ്മാ ലീവ് എടുത്ത് പോകാൻ പറ്റില്ല. നമ്മളൊരു ഓഫീസ് ജോബാണെങ്കിൽ നമുക്ക് ചുമ്മാ ലീവ് എടുത്ത് അങ്ങ് പോകാം. പക്ഷേ അക്കാഡമിക്സിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഓൾട്ടർനേറ്റീവ് സ്റ്റാഫിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് കുട്ടികളുടെ വെക്കേഷൻ, സ്റ്റുഡൻസിൻ്റെ വെക്കേഷൻ സമയത്താണ് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിവേക് എക്സ്പ്രസ്സും ഈ വർഷം ചെയ്യാൻ പറ്റിയില്ല. 2026 ഞാൻ വിവേക് എക്സ്പ്രസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ മറ്റ് കുറേ റൂട്ടുകൾ ഗുജറാത്തിലേക്കും അതുപോലെ രാജസ്ഥാനിലേക്കൊക്കെ കുറേ ട്രാവൽസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് 2026. അപ്പോൾ 2026 നമ്മൾ കുറേ ഫ്രഷ് കണ്ടൻറ്റ് കൊണ്ടിട്ടുള്ളത് പ്രതീക്ഷയിലാണ്. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Wishing you all a very happy new year. May all your dreams, may all your wishes come true. I hope you will continue supporting us. So see you very soon in our next video, which comes on Sunday. So until then, this is Viday Shankar signing off from Platform 7. Bye-bye.